അപ്പോൾ ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളിന്ന് മങ്കര മണിയൂർ ചെരണ്ടത്തൂർ ചിറയിൽ നമ്മളെ നെല്ല് കൃഷി കാണാനായിട്ടാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ എത്തുമ്പോഴത്തേക്കും നെല്ലെല്ലാം വിളവെടുത്ത് ചേച്ചിമാർ പണി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ചേച്ചീനോട് കാര്യങ്ങൾ എന്താണെന്ന് ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് ചോദിച്ചു നോക്കാം. വാ. ഓക്കെ. ഭയങ്കര കഷ്ടപ്പാടാണ്. നമ്മളിതാണ് ചോറായിട്ട് തിന്നുന്നത്. ഇതാ ഇത് ഇനി ചാക്കിലാക്കിയിട്ട് എങ്ങോട്ടാ കൊണ്ടുപോവാ? പിന്നെ നമ്മള് കയറ്റി അയക്കുന്നത്. കയറ്റി അയക്കും. ഇതിൻ്റെ ഉള്ളിൽ അരി ഉണ്ടാവുക. അരിയായിട്ട് വരും. ഇതിൻ്റെ ഉള്ളിൽ അരി ഉണ്ടാവുക. ഇതിൻ്റെ നമ്മള് ചോറ് തിന്നുന്ന. അപ്പോൾ ഗായ്സ്, പിന്നെ നമുക്ക് ചേച്ചീനോട് കുറച്ച് കാര്യങ്ങളെല്ലാം ചോദിച്ച് അറിയാം. ചേച്ചി ഇതെപ്പോൾ വിളവെടുക്കുക? ഏത് കാലത്താ? ഇത് ജനുവരിയിൽ വിത്ത് കുതിർത്തിയിട്ട് 2 ദിവസം കഴിഞ്ഞ് മുള വന്നിട്ട് പടപ്പുറത്തിടും. അന്ന് പിന്നെ അത് 21 ദിവസം കഴിഞ്ഞ് പറിച്ച് നടും. നെല്ല് അതിൻ്റെ നട്ട് ഒരാഴ്ച കഴിഞ്ഞാൽ വളം കൊടുക്കും. വളം കൊടുത്ത് നമ്മൾ ചാണകപ്പൊടി ഇടും, ഉമ്മായ ഇടും. അത് 15 ദിവസം കഴിഞ്ഞാൽ പിന്നും വളം ഇടും. അത് പിന്നെ വരൾച്ചയ്ക്ക് വെള്ളം കുറവായിരിക്കും. അപ്പം നമ്മൾ കനാൽ വെള്ളം വരും, അത് തുറന്ന് പടശേഖരത്തിലേക്ക്. അപ്പം 90 ദിവസം ആകുമ്പോഴത്തേക്ക് അല്ല വിളവെടുക്കും. 100 ദിവസത്തിനുള്ളിൽ കൊയ്യാം. വിളവെടുത്ത് ഇതിപ്പോൾ നമ്മൾ കയറ്റി പോകുന്നതല്ല. ഇതിപ്പോൾ അടന്ന് വന്ന് കൊയ്ത്ത് കാറ്റത്തായിട്ട് ചാക്കിൽ ഒരു ഭാഗം മൊത്തം ഇത്രയുള്ളൊരു ഭാഗം മൊത്തം ഉണ്ടാക്കിയാൽ ഇത്ര കിട്ടു. ഇതല്ല, ഇതിപ്പോ 50 സെന്റിൽ ഉണ്ടാക്കിയത്. ഞാൻ 1.5 ഏക്കറിൽ ഉണ്ടാക്കി. 50 സെന്റിൽ ഇത്ര കിട്ടുന്നില്ല. 50 സെന്റിൻ്റെ അടുത്തുള്ളത് ഇത്ര ചാക്കുണ്ട്. 1 2 3 ഇനി 2 ചാക്കും കൂടി ഉണ്ടാവും. അല്ല, വീട്ടിലുണ്ട്. ഇനി ഉണ്ട്, വീട്ടിൻ്റെ അകത്തുണ്ട്. ഉണ്ടല്ലേ? 1.5 ഏക്കറിൽ ചെയ്തു കിട്ടുന്നുണ്ടല്ലേ? ഇത് ട്രാക്ടർ ഉപയോഗിച്ചല്ലേ ഉണ്ടാക്കുക? ട്രാക്ടർ ഉപയോഗിച്ചിട്ട് നിലം ഒരുക്കും. അടന്ന് കൊയ്ത്ത് മിഷൻ വന്നിട്ട് കൊയ്ത്. ഒരുപാട് കഷ്ടപ്പാടുണ്ട്. ഒരുപാട് ചളിയും വെള്ളത്തിൽ ഇങ്ങനെ കുറേ കളിക്കണുണ്ട്. കതിരാകും വരെ 100 ദിവസം പൗർണമി ഇപ്പെല്ലാം പുതിയ വിത്തായത് തന്നത്. പൗർണമി നല്ല വിത്താലേ. അപ്പോൾ ഗായ്സ്, നമ്മൾ ചേച്ചിയുടെ കാര്യങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞു. അപ്പോൾ ക്യാമറ മച്ചാൻ മുഹമ്മദിനോടൊപ്പം മുഹമ്മദ് ഫർഹാൻ സൈനിങ് ഔട്ട്.